നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ജീവിതങ്ങളെയും തമ്പുരാന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാൽവരിയിലേക്ക് ഈശോ ഭാരമുള്ള കുരിശുകൾ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഭക്തിയോടെ നമുക്ക് ഗ്രഹിക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രക്ഷയിൽ ഞങ്ങളെ കൽപ്പണിയുവാനും എന്റെ സഹോദരനെ ഈശോയെ കാണാനായിട്ട് കാത്തിരുന്ന സഖ്യമൂസിന്റെ വീട്ടിലേക്ക് തീവ്രമായ ആഗ്രഹവുമായി കാണാൻ മാത്രം കാത്തിരുന്ന സഖ്യമൂസിന്റെ വീട്ടിലേക്ക് അവനെ കാണുക മാത്രമല്ല അവന്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്ന് അവന് രക്ഷ നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുക. ഈശോയെ കാണാൻ മാത്രമാണ് സഖ്യമൂസ് ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ നമ്മൾ ഒരു ചുവട് ഈശോയുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ 10 ചുവട് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ്റെ പശ്ചാത്താപവും അവൻ്റെ പരിഹാരം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിനോട് ഈശോ പറയുകയാണ്, ഇത് നീ മാത്രമല്ല അവൻ്റെ കുടുംബം കൂടി രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈശോയിലേക്ക് അടുക്കുമ്പോൾ, ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടും, കുടുംബം കൂടി വിശുദ്ധീകരിക്കപ്പെടും. അതിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സഹനങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും എല്ലാം ആ തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ദൈവമേ, ഈ അപ്പത്തോടും മീനിനോടും ചേർത്ത് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അപ്പവും മീനും ഈശോയുടെ രക്തവും തിരുശരീരവുമായി രൂപാന്തരപ്പെടുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ വേദനകളെ, ഒറ്റപ്പെടുന്ന അവസ്ഥയെ, വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളുടെ പീഡകളെ, എല്ലാ അസ്വസ്ഥതകളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് അങ്ങയുടേതാക്കി ഞങ്ങളെ മാറ്റണമേ. സൗഖ്യവും ആശ്വാസവും ആരോഗ്യവും എല്ലാം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥനകളും യാചനകളും ഈ തിരുവസ്തുക്കളോട് ചേർത്തേക്ക് മുന്നിൽ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും വേണ്ടിയും രോഗികളുടെ വേദനകളെ അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും യോഗ്യരായിരിക്കും വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പാപത്തിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങ് പ്രതിപ്പെടുത്തിയ എല്ലാവരും ഒന്ന് ചേർന്ന സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും എപ്പോഴും എന്നേക്ക് ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ സ്ഥലത്തെ അർച്ചകണമേ, പ്രഭാവനം ചൊരിയട്ടെ. തന്റെ കാര്യം അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന മലക്കെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരണമാകട്ടെ.